നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം. ഇവിടെ നമ്മൾ സുഖമായിട്ടിരിക്കണം. ഇവിടെ ഇപ്പോൾ ചെറുതായിട്ട് തണുപ്പൊക്കെ മാറിയിട്ട് ചെറുതായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പണ്ടൊക്കെ നമ്മൾ ബേക്കറികളിലൊക്കെ പോകുമ്പോൾ കുപ്പിയിലിട്ട് വെക്കുന്ന ഒരു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അതിനെ ബനാന ബിസ്ക്കറ്റ് എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു അന്നൊക്കെ എല്ലാവർക്കും ബേക്കറിയിലൊക്കെ പോകുമ്പോൾ എല്ലാവരും ഇപ്പോഴും വാങ്ങിച്ചു കഴിക്കുന്ന ഒരു ബിസ്ക്കറ്റ് ആയിരുന്നു ഈ ബനാന ബിസ്ക്കറ്റ്, പിന്നെ മുട്ട ബിസ്ക്കറ്റ്, വെട്ടുകേക്ക്, അങ്ങനെ കുറെ ബിസ്ക്കറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ അവിടെ ബേക്കറിയിൽ ചെല്ലുമ്പോൾ അത് കുപ്പിയിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് എല്ലാവർക്കും കാണാനും പറ്റും. പിന്നെ ഇതിന് കേക്കിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഒക്കെ ആയിട്ട് വരും. പക്ഷെ കേക്കിന്റെ അത്രയ്ക്ക് സോഫ്റ്റ് അല്ല. പക്ഷെ കേക്കൊക്കെ ആകുമ്പോൾ കുറച്ച് വലിയതാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതങ്ങനെ നമ്മളെപ്പോഴും അങ്ങനെ കേക്ക് അങ്ങനെ എപ്പോഴും നമ്മളങ്ങനെ വാങ്ങിച്ച് കഴിക്കില്ല. ഈ ബിസ്ക്കറ്റ് ഒക്കെ ആകുമ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ബേക്കറികളിലൊക്കെ ചെല്ലുമ്പോൾ കുട്ടികൾക്കൊക്കെ എപ്പോഴും വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമുള്ള ഒരു ബിസ്ക്കറ്റ് ആയിരുന്നു ഈ ബനാന ബിസ്ക്കറ്റ്. റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വലിയ പാടൊന്നുമില്ല. നല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മള് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചിമ്പുട്ടം പോയത്. പിന്നെ നിങ്ങൾ കുറെ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചിമ്പു വന്നോന്ന്. ചിമ്പു വന്നിട്ടില്ല. ചിമ്പു വരുമെന്ന് തന്നെ നമ്മൾ വിചാരിച്ചിട്ടിരിക്കണം. പിന്നെ ചിമ്പുവിന് പകരമായിട്ട് നമ്മൾ വേറൊരു പൂച്ചേനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകഴിഞ്ഞിട്ട് നമ്മൾ ഒരു ബുധനാഴ്ച ആ പൂച്ചയ്ക്ക് സർജറി ഉണ്ടാവുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഷെൽട്ടറിൽ നമ്മൾ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പൂച്ചയുടെ സർജറി കഴിഞ്ഞു. പിന്നെ ഈസ്റ്ററൊക്കെ ആയിട്ട് പിള്ളേർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പൂച്ചേനെ വ്യാഴാഴ്ച പോയി നമ്മൾ വ്യാഴാഴ്ച പോയിട്ട് നമ്മൾ ആ പൂച്ചേനെ നമ്മൾ അവിടുന്ന് നമുക്ക് തന്നു. ആ പൂച്ചേനെ ന്യൂട്രി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അത് കഴിഞ്ഞിട്ട് ന്യൂട്രി ചെയ്തു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചിലപ്പോൾ ന്യൂട്രി ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നത്. പിന്നെ ആ പൂച്ചയ്ക്ക് കാലുമ അതിനെന്തോ കടിച്ചിട്ട് അതിൻ്റെ കാലുമ ചെറുതായിട്ടൊരു മുറിവുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒരു ആൻറ്റിബയോട്ടിക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവർ നമുക്ക് ഒരു ചെറിയ ഒരു ബോക്സ് എന്ന് വെച്ചാൽ ഈ പൂച്ചേനൊക്കെ ക്യാരി ചെയ്യണ പോലത്തെ ഒരു ബോക്സിലാക്കിയിട്ട് നമുക്ക് അവർ തന്നു. പക്ഷെ നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് അതിന് ബുധനാഴ്ച ആയിരുന്നല്ലോ സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അനങ്ങാണ്ട് ഇങ്ങനെ സൗണ്ട് ഒന്നും ഉണ്ടാക്കാണ്ട് അതിനെ കൂടിൻ്റെ ഉള്ളിൽ തന്നെ അനങ്ങാണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അതിനെ നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഗ്രീൻ ഹൗസ് ഉണ്ടല്ലോ, ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിൽ നമ്മൾ വെച്ചുകൊണ്ട് നമ്മൾ കൂട് തുറന്നു വെച്ചപ്പോഴും ധാന്യങ്ങളൊന്നുമില്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നു. അപ്പം നമ്മൾ ഫുഡും വെള്ളമൊക്കെ വെച്ച് കൊടുത്തു. ഗ്രീൻ ഹൗസിൻ്റെ ഡോറ് നമ്മൾ അടച്ചു. അണ്ട് നമ്മൾ കടയിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. കടയിൽ പോയി 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ തിരിച്ചെത്തി. നമ്മൾ വന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പൂച്ച കൂടിൻ്റെ ഉള്ളിലില്ല. അപ്പം നമ്മൾ വിചാരിച്ചു ഓക്കെ പൂച്ച ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഹൈഡ് ചെയ്തിരിക്കാമല്ലോ. നമ്മൾ വിചാരിച്ചാൽ അവിടെ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവും. പിന്നെ നമ്മൾ നോക്കാൻ പോയില്ല, കാരണം അത് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. രാത്രി ആയി കഴിഞ്ഞപ്പോൾ ഇത് ഫുഡ് കഴിച്ചിട്ടില്ല. പിന്നെ പിറ്റേ ദിവസം ചെന്നിട്ട് ഞാൻ എല്ലായിടത്തും നോക്കി. അപ്പോൾ അത് ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിൽ നിന്ന് അത് പോയി. അത് പോവാൻ വേണ്ടിയിട്ട് അതിന് ആകെ കൂടി ഒരു വഴി ഉണ്ടായിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീൻ ഹൗസിന്റെ ഡോർ നമ്മൾ അടക്കില്ലേ, അപ്പൊ അപ്പുറത്തെ സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് ഒരു ചെറിയൊരു വിടവുണ്ട്. അതിൽ കൂടെ പക്ഷേ ഈ പൂച്ച പോകുന്ന നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇത് സർജറി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായിരുന്നാലും അത്രയും മുകളിലേക്ക് ഇത് ചാടാൻ വേണ്ടിയിട്ട് ഒരു ചാൻസ് ഉണ്ടായിരുന്നില്ല. അതിന്റെ മുകളിൽ കൂടെ ആയിരിക്കും പോയേക്കണേ നമ്മൾ വിചാരിക്കണം. വേറെ ഒറ്റ വഴിയില്ല, ഗ്രീൻ ഹൗസിന്റെ ഡോറ് അടച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ അത് പുറത്ത് നടന്ന പൂച്ചയാണല്ലോ, അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ പോകാനുള്ള വഴികളൊക്കെ മുകളിലേക്ക് ചാടാനൊക്കെ അറിയായിരിക്കാം. അങ്ങനെ നമ്മൾ കൊണ്ടുവന്നിട്ടായിരുന്നാലും അതിന് ശരിക്കും കണ്ടില്ല. 2 ആഴ്ച നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു, ബെഡിന്റെ അടിയിലാണല്ലോ ഇരുന്നില്ല. പക്ഷെ ഗ്രീൻ ഹൗസിലേക്ക് കൊണ്ടുവന്ന് ഞാൻ വിചാരിച്ചു 2 ദിവസം കഴിയുമ്പോഴേക്കും ഫുഡൊക്കെ കഴിച്ച് ചിലപ്പോൾ അത് കുറച്ചും കൂടി ഉഷാറൊക്കെ ആയിട്ട് വരും എന്ന് വിചാരിച്ചു. പക്ഷെ അതിനെ കൊണ്ടുവന്ന് വെച്ചപ്പോഴും നമ്മൾ അതിനെ കണ്ടില്ല. അത് പിന്നെ പോയി. പിന്നെ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ രാത്രി അത് ചിലപ്പോൾ ഫുഡിനൊക്കെ വരും എന്ന് വിചാരിച്ചു. പക്ഷെ അതിനെ കണ്ടില്ല. എന്നാലും അതിന് ന്യൂട്രൊക്കെ ചെയ്ത് അതിൻ്റെ ഇൻഫെക്ഷനുള്ള ആന്റിബയോട്ടിക് കൊടുത്തിട്ട് നമ്മൾ അതിനെ നമ്മൾ പറഞ്ഞു വിട്ടു. അപ്പോൾ അതാണ് നമ്മുടെ പൂച്ചയുടെ വിശേഷങ്ങൾ. ചുമട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക. എന്തെങ്കിലും ഒരിക്കലും വരും തന്നെയാണ് ഞാൻ വിചാരിച്ചിട്ടിരിക്കുന്നത്. പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ബിസ്ക്കറ്റ് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ മൈദ എടുത്തിട്ടുണ്ട്. 300 ഗ്രാം മൈദയായിട്ട് എടുത്തേക്കുന്നത്. പിന്നെ എടുത്തേക്കുന്നത് പഞ്ചസാര. ഇത് പൊടിച്ച് എടുത്തേക്കണ പഞ്ചസാര കേട്ടോ. പഞ്ചസാര പൊടിച്ചിട്ട് തന്നെ എടുക്കണം, എന്നാലേ നമ്മുടെ മിക്സിങ്ങിൻ്റെ കൂടെ ശരിക്കും അത് മിക്സായിട്ട് വരുള്ളൂ. പഞ്ചസാര 175 ഗ്രാമാണ് എടുത്തേക്കുന്നത്. പിന്നെ എടുത്തേക്കുന്നത് എടുത്തേക്കുന്നത് മാർജറീനാണ് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ മാർജറിന് പകരം ബട്ടർ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടർ എടുക്കുക. ബട്ടർ ഞാനിവിടെ 115 ഗ്രാമാണ് എടുത്തേക്കുന്നത്. ഇതിന് പകരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്യ് വെച്ചിട്ടും ഉണ്ടാകാം. ഞാൻ പക്ഷെ നെയ്യ് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ശരിക്കും ഈ മാർജറിൻ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണ് ശരിക്കും ഒരു കുറച്ചും കൂടി ബട്ടറിനേക്കാളും കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇത് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് മാർജറിൻ എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടില്ല. ഇവിടെ നമുക്ക് ഐ കാണ്ട് ബിലീവ് ഇറ്റ്സ് ബട്ടർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സാധനം കിട്ടും. അതും ഈ വെജിറ്റബിൾ ഓയിലിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. അതാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ മാർജറിൻ കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ ബട്ടർ എടുക്കുക, അല്ലെങ്കിൽ നെയ്യ് എടുക്കുക. അപ്പോൾ മാർജറിൻ ഞാനിവിടെ 115 ഗ്രാമായിട്ട് എടുത്തേക്കുന്നത്.
പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട വേണം, പിന്നെ ബേക്കിംഗ് പൗഡർ വേണം, വാനില എസൻസ് വേണം, പിന്നെ ബനാനയുടെ എസൻസും കൂടിയിട്ട് ഒരു നുള്ളു നമ്മൾ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 4 നുള്ളു ഉപ്പും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. അത്രയ്ക്ക് സാധനങ്ങൾ ആവശ്യമുള്ളൂ. അപ്പോൾ ഓരോന്നോരോന്ന് ചേർക്കുമ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം കേട്ടോ. അപ്പോൾ മാർജറിന് പകരം ഞാൻ ഇതായിട്ട് എടുത്തേക്കുന്നത്. ഇതും മാർജറിൻ്റെ പോലെ തന്നെയാണ്. ഇതും ഒരു വെജിറ്റബിൾ ഓയിലിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് ഇത്. കാരണം ഇതൊക്കെ ആകുമ്പോഴുണ്ടല്ലോ കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. പിന്നെ ബട്ടറിനേക്കാളും കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവും ഇത് ഉപയോഗിക്കുമ്പോൾ. ഇത് നമ്മൾ നേരത്തെ കൂട്ടിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇതോടെ പണ്ട് പിള്ളേർ വാങ്ങിച്ചിട്ട് ഇവിടെ ഇരുന്നിരുന്നതാണ്. ഇത് ഞാനിപ്പോൾ ഇങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുള്ളൂ. പക്ഷേ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ വെജിറ്റബിൾ ഓയിലിൻ്റെ അതുകൊണ്ടുള്ള ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ അത്രയ്ക്ക് ഹാർഡായിട്ട് വരില്ല. പിന്നെ ഒന്നുമില്ലാന്ന് വെച്ചാൽ ബട്ടർ വെച്ചിട്ട് റെഡി ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൊടിച്ചെടുത്തേക്കണ പഞ്ചസാര ഞാനിവിടെ താഴെ വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നന്നായിട്ട് കാണുകയും ചെയ്യാം. എനിക്ക് കുറച്ചും കൂടി കുഴയ്ക്കാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് പൊടിച്ചെടുത്തേക്കണ പഞ്ചസാര കേട്ടാ നമ്മൾ ആദ്യം ഇത് ടൗണ്ടർ ടോപ്പ് ഞാൻ നന്നായിട്ട് തുടച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇടുന്നത് ഇതിലേക്ക് നമ്മുടെ മാർജറിന് ഇടാം കേട്ടോ. ഇത് ഇതിൻ്റെ കൂടെ ഇടാം. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഓക്കെ. ഇനി അപ്പോൾ ഇതിലേക്ക് ഞാൻ നമ്മുടെ ഒരു മുട്ടയുണ്ടല്ലോ ഒന്ന് കുഴിയാക്കിയിട്ട് ഒഴിക്കട്ടെ. മുട്ടയും ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കോട്ടെ. ഹലോ, നമ്മുടെ ഈ മൈദപ്പൊടിയിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡറും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറായിട്ട് ചേർക്കുന്നത്. ഇതിലേക്ക് ഒരു 4 നുള്ളു ഉപ്പും കൂടിയിട്ട് ചേർക്കുക. 1 2 3 ഒരുപാട് ചേർക്കണ്ട കേട്ടോ, കുഞ്ഞു നുള്ളു എടുത്താൽ മതി. 4 ഓക്കെ. ഇത് എല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇത് നേരത്തെ കൂടിയിട്ട് നിങ്ങൾ മിക്സ് ചെയ്ത് വെച്ചോട്ടെ. ഞാൻ എല്ലാം അടുപ്പിച്ചെടുത്ത് വെച്ചു, പക്ഷേ മിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. അപ്പം അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ഡയറക്റ്റ് അങ്ങനെ ഇടരുത്, അത് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ആവണമല്ലോ. ഈ മിക്സിലേക്ക് നമുക്ക് കുറേശ്ശെ മൈദപ്പൊടി ചേർത്തിട്ട് നമുക്ക് കുഴച്ചിട്ടെടുക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ഇച്ചിരി യെല്ലോ ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. അത് ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ഞാനിതിപ്പോൾ ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഈ ഫുഡ് കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലെങ്കിൽ തന്നെ നമുക്കൊരു ഈ മുട്ടയൊക്കെ ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു കളറ് നമുക്ക് കിട്ടും. മൈദപ്പൊടി കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ടെടുക്കാം. ചിലപ്പോൾ അവസാനം ഇത് നമ്മുടെ കൈമയ്ക്ക് കൂടുതൽ നമുക്ക് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് മനസ്സിലാവും ഏറ്റവും അവസാനം ആകുമ്പോൾ. അപ്പോൾ അതിന് കൂടുതൽ അങ്ങനെ വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇച്ചിരി മൈദപ്പൊടി എക്സ്ട്രാ നമുക്ക് ചേർക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ മൈദപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് വാനില എസൻസും ചേർക്കണം, പിന്നെ ബനാന എസൻസും ചേർക്കണം. ഇത് മൈദപ്പൊടി എല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ എസൻസ് ചേർക്കട്ടെ. ഇത് നോക്കിക്കേ, ഇതിപ്പോൾ നമ്മുടെ കൈമ ഇങ്ങനെ പിടിക്കുന്നുണ്ട് കേട്ടോ. ഈ വിരൽ മാത്രം വെച്ചാൽ മതി, ഉള്ളിലേക്ക് അങ്ങോട്ട് വെക്കണ്ട കേട്ടോ. നമ്മുടെ കൈമ എല്ലായിടത്തും ഭയങ്കരമായിട്ട് പിടിക്കും. ഇപ്പോഴായത് നമ്മുടെ കൈമ നന്നായിട്ട് പിടിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ ഒന്ന് കുഴച്ച് റെഡിയാക്കി കഴിയുമ്പോൾ നമുക്ക് കൈ കഴുകാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്യാം, അപ്പോൾ പിന്നെ കയ്യിൽ പിടിക്കില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ 300 ഗ്രാം മൈദപ്പൊടി ഞാൻ ഫുള്ള് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാനില എസൻസ് ചേർക്കാം കേട്ടോ. ഞാൻ 3/4 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. എസൻസാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്ക് ചേർക്കണ്ട. ഇത് ഞാനിപ്പോൾ ചേർത്തത് എക്സ്ട്രാക്റ്റായിട്ടാണ് ചേർത്തത്. എക്സ്ട്രാക്റ്റ് ആകുമ്പോൾ അത്രയ്ക്ക് സ്ട്രോങ് ആയിരിക്കില്ല. എസൻസൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പകുതി ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. ഈ ചേർക്കുന്നത് ബനാന എസൻസാണ് ചേർക്കുന്നത്. അത് ഒരു നുള്ളു ചേർത്താൽ മതി കേട്ടോ. എസൻസാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ആവശ്യമുള്ളൂ. എക്സ്ട്രാക്റ്റ് ആകുമ്പോൾ അത്രയ്ക്ക് സ്ട്രോങ് ആയിരിക്കില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കാനുള്ളതൊക്കെ ചേർത്ത് കഴിഞ്ഞു. മൈദപ്പൊടി ചേർക്കാം കേട്ടോ. 1 2 വെച്ചാൽ ഇത് ഭയങ്കരമായിട്ട് ഇതുമ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ടാവും എടുത്തിട്ടുണ്ടായിരുന്നു. മുകളിലിട്ടിട്ട് ഒന്ന് കുഴയ്ക്കാം. ഇതിപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാലേ, ഞാനിങ്ങനെ ഉണ്ടാക്കുമ്പോൾ എൻ്റെ കൈമ പിടിച്ചത് എല്ലാം മാറ്റിയിട്ട് കഴുകിയിട്ടാണ് രണ്ടാമത് വെക്കുക. അല്ലെങ്കിൽ ഇത് നമ്മുടെ കൈമയിൽ നിന്ന് പോയില്ല, കൈമ തന്നെ പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ കൈയൊക്കെ കഴുകി ഞാൻ വെള്ളമൊക്കെ നന്നായിട്ട് കൈമ ഒട്ടും വെള്ളമില്ല കേട്ടോ, തുടച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി അപ്പം ആകുമ്പോൾ നോക്കിക്ക് നമ്മുടെ കൈമ പിടിക്കില്ല. എന്ത് സാധനം നിങ്ങളങ്ങനെ കുഴച്ചിട്ട് എടുക്കുമ്പോൾ അങ്ങനെ ചെയ്യണം കേട്ടോ. നമ്മൾ ഇതിന് മുമ്പ് നമ്മൾ മിയാ കിച്ചണിൽ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തപ്പോഴൊക്കെ നമ്മളങ്ങനെ പറയാറുണ്ടായിരുന്നു. പൂരിക്ക് കുഴയ്ക്കുമ്പോഴായിരുന്നാലും എന്തിനു കുഴയ്ക്കുമ്പോഴായിരുന്നാലും കൈമ കുറേ പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ
അത് നമ്മൾ എത്ര പൊടി ഇട്ടാലും നമ്മുടെ കൈമേന്ന് പോവില്ല ഒട്ടിപ്പിടിച്ചത്. കഴുകി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നോക്കിക്കേ നമ്മുടെ കൈമ അങ്ങനെ പിടിക്കില്ല. ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി പൊടി ഒന്നും കൂടി ഒന്ന് വെത്തറി കൊടുക്കേണ്ടി വരും കേട്ടെ. അടിയിൽ പിടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് അടിയിൽ കുറച്ച് പൊടി ഒന്ന് വെത്തറി കൊടുത്തിട്ട് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. കാരണം ഈ ബേക്കറികളിലൊക്കെ ഉണ്ടാക്കുന്നവർക്ക് അത് കറക്റ്റ് ഒരു അളവുണ്ടാവും. പിന്നെ അവരിങ്ങനെ കൈ കൊണ്ടുവന്നായിരിക്കില്ല കുഴക്കുന്നത്. കൈ കൊണ്ടൊക്കെ കുഴക്കുമ്പോൾ പിടിക്കും. ഇതിപ്പോൾ അടിയിൽ കുറച്ച് പിടിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് പിടിച്ചത് അങ്ങോട്ട് മാറ്റി കഴിഞ്ഞിട്ടേ നമുക്ക് കുറച്ച് പൊടി ഒന്ന് വെതറിയിട്ട് കൊടുക്കാം. ഇവിടെ നമുക്ക് കുറച്ച് പൊടി വെതറട്ടെ. നോക്കിക്കേ, ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നോക്കിക്കേ. ഇങ്ങനെ കുഴിച്ചിട്ടുണ്ട് എന്നാൽ ശരി, പെട്ടെന്ന് തന്നെ കുഴിഞ്ഞു പോകണം. അങ്ങനെ വരണം. കാരണം ഒരുപാട് മൈദ ചേർക്കരുത് കേട്ടോ. ഓക്കെ, അപ്പം ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഓരോ ചെറിയ ബോളാക്കിയിട്ട് എടുക്കുക. ഭയങ്കര കുഞ്ഞ് ബോളല്ല കേട്ടോ. അത് നോക്കിക്കേ, ഇത്രയ്ക്കുള്ള ഓരോ ബോളാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ബോളാക്കിയിട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് കയ്യിൽ വെച്ചിട്ട് അതിനെ ഇതേപോലെ ഒന്ന് നീളാക്കിയിട്ട് എടുക്കുക. ഒരുപാട് നീളം പോകണ്ട. ഇങ്ങനെ നമ്മുടെ ഈ കൈയുടെ ഇത്രയ്ക്കുള്ള ഈ വലിപ്പം മതി കേട്ടോ. ഈ സൈഡും ഒരേ ഷേപ്പാക്കിയിട്ട് എടുക്കുക. ഇത് നമ്മളങ്ങനെ കയ്യിൽ വെച്ചിട്ട് അങ്ങനെ കാണിക്കുമ്പോൾ ചിലപ്പോൾ ഇവിടെ ചിലപ്പോൾ കനം കുറഞ്ഞു വരും. അതൊന്ന് കറക്റ്റ് ചെയ്യുക. എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്കൊരു കാഷ്യൂവിൻ്റെ ഷേപ്പാക്കിയിട്ട് എടുക്കണം. ഞാനപ്പോൾ നമ്മുടെ ഈ തണ്ടവിരലും ഇങ്ങനെ വെച്ചിട്ടാട്ടോ അങ്ങനെ ചെയ്യണത്. അത് നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതാ ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ വരണം. എന്നിട്ട് അത് പതുക്കെ ഇതിൻ്റെ മുകളിൽ ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ അത് നല്ലൊരു ഷേപ്പായിട്ട്. ഇതിൻ്റെ അല്ലെങ്കിൽ കട്ടർ നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടുമെന്ന് തോന്നണോ. പക്ഷേ ഇത് നമുക്ക് വീട്ടിൽ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ മതി. ഇതാ നോക്കിക്കുക, പതുക്കെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ. അത്യാവശ്യം ഒരു കട്ടിയും വേണം കേട്ടോ. കണ്ടില്ലേ ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഞാനിവിടെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതേപോലെ അങ്ങനെ ഷേപ്പാക്കിയിട്ട് എടുക്കാം. ഇതുണ്ടല്ലോ നമ്മുടെ കൈമ വെച്ചിട്ട് ഇതിങ്ങനെ ഷേപ്പാക്കിയിട്ട് എടുത്തിട്ടുണ്ടല്ലോ. ഇവിടെ വയ്ക്കാനുള്ള കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. നമ്മൾ കൈമ വെച്ചിട്ട് പരത്തുമ്പോഴേ ചിലപ്പോൾ അതിൻ്റെ ഷേപ്പ് നമുക്ക് അത്രയ്ക്ക് കിട്ടണമെന്നില്ല. ഇങ്ങനെ ഷേപ്പാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഇത് ബേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിൽ നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പപ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുകളിൽ മുട്ട നമ്മൾ ബീറ്റ് ചെയ്തിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കില്ല, അതേപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഇതേപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മുട്ടയുടെ ഉണ്ണി മാത്രമായിട്ട് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് മുട്ട എടുക്കാം. ഉണ്ണി മാത്രം എടുക്കുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു കളർ കിട്ടുമല്ലോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുണ്ടല്ലോ മുകളിൽ മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ സൈഡിലും ഒന്ന് ബ്രഷ് ചെയ്തു. കാരണം ഇതിങ്ങനെ സൈഡിൽ നിന്നൊക്കെ നന്നായിട്ടൊന്ന് പൊന്തി വരും. അപ്പോൾ അത് കാണുമ്പോഴേ നല്ല ഭംഗിയിട്ടും. എല്ലാവരും വെക്കുമ്പോൾ ഒരു കുറച്ച് അകത്തി ഒന്ന് വെച്ചോ. ഒരുപാട് ഇതിൻ്റെ മുകളിലേക്കാണ് കൂടുതൽ പൊന്ത, സൈഡിലേക്കും വരും. അപ്പം ഇനി ഇത് നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് ഞാനിവിടെ ഫാരനൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 350 ഫാരനൈറ്റിൽ 350 വെക്കേണ്ടത്. സെൻറ്റിഗ്രേഡിലാവുമ്പോൾ 175 സെൻറ്റിഗ്രേഡിൽ വയ്ക്കാം കേട്ടോ. അപ്പോൾ ഓവൻ ഫസ്റ്റ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടാണ് വെക്കുന്നത്. ഇപ്പോൾ പ്രീ ഹീറ്റ് ചെയ്യാനുള്ള അങ്ങനത്തെ ഓവൻ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഓവനൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് വെച്ചാൽ മതി. ഇനി ഇതിന് വേറൊരു പണി കൂടി ഉണ്ട് കേട്ടോ. ഇതിന് നമുക്ക് ഒരു കത്തി വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഒരു 2-3 ലൈനൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ. അപ്പം ഇനി ഇത് ഞാൻ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഇതാ നോക്കിക്കേ, അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ഇങ്ങനെ കൂട്ടി വെച്ചതാട്ടോ. അപ്പോൾ ഇത് ബേക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് 30 മിനിറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇടയ്ക്ക് നിങ്ങളൊന്ന് തുറന്ന് നോക്കിക്കോട്ടോ. ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ചെറിയ ഓവനിലേക്ക് വെക്കുമ്പോൾ ചിലപ്പോൾ സമയ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബനാന ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഈ ബിസ്ക്കറ്റ് ഞാൻ ബേക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് 30 മിനിറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചിലപ്പോൾ നിങ്ങൾ ചെറിയ ഓവനിലോ TG ഓവനിലേക്ക് വെക്കുമ്പോൾ ചിലപ്പോൾ സമയത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവില്ല. ഇവിടെ
ഞാൻ എടുക്കുന്നത് നമ്മുടെ ഈ കുക്കിംഗ് റേഞ്ചിന്റെ താഴെ നമുക്കൊരു ഓവൻ ഉണ്ട്, അത് വലിയ ഓവനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് സാധനം വെച്ചാലും അതിൻ്റെ ഉള്ള വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകാറില്ല. കാരണം ചിലർ പറയാറുണ്ട് OTG ഓവനിലേക്ക് വെക്കുമ്പോൾ ചിലപ്പോൾ കരിഞ്ഞേക്ക് പോകാറുണ്ടെന്ന് പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു പിന്നെ OTG ഓവൻ ഞാൻ ഉപയോഗിച്ചിട്ടില്ല, അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ വെക്കുന്ന ഓവനില് അത്രയ്ക്ക് ടെമ്പറേച്ചറിൽ വെക്കണ്ടെന്ന് തോന്നുന്നു. അതിനേക്കാളും കുറച്ച് ചെറുതായിട്ട് നിങ്ങളൊന്ന് കുറച്ച് വെച്ചോ. ഇച്ചിരി സമയം കൂടുതലെടുത്താലും കരിഞ്ഞു പോകാണ്ട് നിങ്ങൾക്ക് റെഡി ആയിട്ട് കിട്ടുമല്ലോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് പറയാം. ശരിക്കും എസൻസ് ഒക്കെ കഴിച്ചിട്ട് ഇതിന് നല്ലൊരു മണം വരുന്നുണ്ട്. ഇതൊക്കെ ഇരുന്നിട്ട് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അതിന്റെ ശരിക്കുള്ള ടെക്സ്ചർ നമുക്ക് കിട്ടുക. പിന്നെ ഇത് നിങ്ങൾ ബേക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ ഹാർഡ് ആവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. കാരണം ഇപ്പം നോക്കിക്കേ, ഇതിന്റെ കളർ നോക്കിക്കേ, നല്ല ഒരു മഞ്ഞ കളറിൽ ഇരിക്കല്ലേ. ഈ മഞ്ഞ കളർ കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുട്ടയുടെ മഞ്ഞയും കൂടിയിട്ട് നമ്മൾ മുകളിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെ ഒരു കളറിൽ കിട്ടണം. കുറച്ചും കൂടിയും കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കളർ മാറിയിട്ട് കുറച്ചും കൂടി ഒരു ബ്രൗൺ കളറാവും. അപ്പൊ അത് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒരു ഹാർഡായിട്ട് വരും. ഈ ബിസ്ക്കറ്റിന്റെ ടെക്സ്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ ഒരു എന്താ സോഫ്റ്റ്, ഭയങ്കര സോഫ്റ്റ് അല്ല, ഭയങ്കര ഹാർഡായിട്ട് പോകരുത്. അപ്പൊ അതിന്റെ ടേസ്റ്റ് മാറും, ഒരു കരിഞ്ഞൊരു ടെക്സ്ചറൊക്കെ വരും. അപ്പൊ അങ്ങനെ കളർ മാറാണ്ട് എടുക്കുക. അത് കുറച്ച് നേരം കഴിഞ്ഞ് ഇരുന്ന് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ശരിക്കുള്ള ആ ടെക്സ്ചറിലേക്ക് നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഒന്ന് കഴിച്ച് നോക്കട്ടെ, കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് പറയാം. കഴിക്കുമ്പോണ്ടല്ലോ ഭയങ്കര ഹാർഡല്ലോ, കഴിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ എസൻസിന്റെ നല്ലൊരു ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. ഒരു തരിതരിപ്പുണ്ട് ബിസ്ക്കറ്റിന്, അതാണ് അതിന്റെ ഒരു ടേസ്റ്റ്. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്തത് കറക്റ്റ് ഒരു റെസിപ്പിയാണ്. ഇതേപോലെ തന്നെ കറക്റ്റായിട്ട് നിങ്ങൾ എല്ലാവരും നിങ്ങൾ റെഡിയാക്കിയിട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ കിട്ടും. പിന്നെ അത്യാവശ്യം നല്ല മധുരമുണ്ട്. നമ്മൾ ബേക്കറിയിലൊക്കെ വാങ്ങുമ്പോൾ നല്ല മധുരത്തിൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇത്രയ്ക്ക് മധുരം വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് മധുരം കുറച്ചിട്ടും നിങ്ങൾക്ക് റെഡി ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി പുതിയ വേറെ വീഡിയോസുകളൊക്കെ ആയിട്ട് വേറെ ഇനി വ്ളോഗൊക്കെ ആയിട്ട് വരാം. ഇനിയിപ്പോൾ പുറത്ത് പണികളൊക്കെ ഓൾറെഡി നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് മാറിയിട്ടിട്ട് ഞാൻ പുറത്ത് പണിക്ക് പോകും. അവിടെ നമുക്ക് കുറേ മണ്ണൊക്കെ അടിച്ചിട്ടുണ്ട്, അതൊക്കെ കൊണ്ടുവന്ന് ഇടാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ.